നമ്മുടെ ഫസ്റ്റ് ബൈ എന്ന് വെച്ചാൽ അതാ ഈ ഒരു സൺഫ്ലവർ ആണ്. ഇതിൻ്റെ ഒരു 12 പീസസ് ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പീസസൊക്കെ എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കാണിച്ചാണ് കേട്ടോ. ഇത് വന്നിട്ട് പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി ക്വാളിറ്റി ആയിരുന്നു. ഇതിൻ്റെ സ്റ്റെമ്മിനും ലീഫിനും ഒക്കെ നമുക്ക് പിടിച്ച് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക, നല്ല ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി തന്നെ ഈ ഒരു ഫ്ലവറിനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് ഇതാണ് നമ്മുടെ സെക്കൻഡ് പർച്ചേസ് എന്നിട്ട് ഓർഗനൈസറാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു ഓർഗനൈസറാണ് കേട്ടോ. നമുക്ക് ഇതേപോലെ അതിൻ്റെ പറയാം നമ്മുടെ ഡ്രസ്സസ്, ചെറിയ ചെറിയ ഇന്നേഴ്സ്, അതേപോലെ നമ്മുടെ മേക്കപ്പ് പ്രോഡക്റ്റ്സ്, അതൊക്കെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഓർഗനൈസറാണ്. 12 പീസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് ഈ ഒരു മാതാവിൻ്റെയും ഈ ഒരു ഉണ്ണീശോയുടെയും കൂടെ സ്റ്റീലിൽ തീർത്തിരിക്കുന്ന ഈ ഒരു, സ്റ്റീലല്ല മെറ്റാലിക്കിൽ തീർത്തിരിക്കുന്ന ഈ ഒരു ഇമേജാണ്. പിന്നെ വന്നിട്ട് ഇതാ ഒരു ക്രിസ്മസ് തീമിലുള്ള ഒരു 2D രൂപത്തിലുള്ള ഒരു സ്റ്റാൻഡ് പോലെ വരുന്ന ഒരു രൂപമായിരുന്നു. 2 സൈഡിൽ നമുക്ക് ഇതുള്ളത് കൊണ്ട് നമുക്ക് ഏത് സൈഡ് വേണേലും ഇമേജസ് ആയിട്ട് വെക്കാവുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതും നല്ല ഒരു അടിപൊളി പർച്ചേസ് ആയിരുന്നു. പിന്നെ വന്നിട്ട് ഇത് നമ്മുടെ പൈപ്പ് ക്ലീനേഴ്സാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇതും നമുക്ക് ഫ്രീ പ്രോഡക്റ്റിൻ്റെ ലിസ്റ്റിലാണ് കേട്ടോ വന്നത്. ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു വർത്ത് ബൈ ആയിട്ടാണ് എനിക്കിത് തോന്നിയിരിക്കുന്നത്. പിന്നെ ഇത് പറയാതിരിക്കാൻ വയ്യ ഗൈസ്, ഈ ഒരു ടച്ചബിൾ ആയിട്ടുള്ള പോർട്ടബിൾ ഈ ഒരു മിനി ലൈറ്റ് വന്നിട്ട് നമുക്ക് എന്താ പറയുക, ഇത് അടിപൊളി പ്രോഡക്റ്റാണ്. കാരണം USB കേബിൾ ചാർജിങ് വരുന്നുണ്ട്. എന്താ പറയുക, ഇത് കൂടുതലൊന്നും പറയാനില്ല, കാരണം അത്രയ്ക്ക് ഞങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു ചെറിയൊരു മിനി ഡ്രോയിങ് ബുക്ക്. ഞാൻ ആക്ച്വലി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതിൻ്റെ ക്വാളിറ്റി വൈസ് വെക്കുവാണെങ്കിൽ 100 തന്നെ ഞാനിതിന് കൊടുക്കും. അത്രയ്ക്ക് നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ ഈ ഒരു ബുക്കിന്. പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു ജെൽ പേനയാണ് കേട്ടോ. ഞാനിത് ഡൂഡിൽ ആർട്ട്, ഇല്യൂഷൻ ആർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പെന്നാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ഒരു അടിപൊളി ബൈ ആയിരുന്നു. പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു 4 ഹെയർ ക്ലിപ്പാണ് കേട്ടോ. ഇത് 4 കളേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ മാച്ചസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. നല്ല ക്വാളിറ്റി ആയിരുന്നു, പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാനിത് യൂസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു ക്ലിപ്പാണ് കേട്ടോ. 4 വന്നിട്ട് നല്ല നല്ല ന്യൂഡ് കളേഴ്സിൽ. പിന്നെ വന്നിട്ട് ഇതിൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു വാച്ച്. അതായത് നമ്മുടെ ബാംഗിൾസ് പോലെ ഇരിക്കുന്ന വാച്ചില്ലേ, അതാണ് കേട്ടോ. എൻ്റെ കയ്യിലുമാണെങ്കിൽ ഇത് നല്ല അത്യാവശ്യം നല്ല മാച്ചായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഡെയിലി എവിടെ പോയാലും ഈ വാച്ചാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് വന്നിട്ട് നെക്സ്റ്റ് ഒരു വാച്ചാണ്. ഇത് ഞാൻ ഇതിൻ്റെ ആ ഒരു ചെയിൻ്റെ അവിടുത്തുള്ള പ്ലാസ്റ്റിക് ഒന്നും റിമൂവ് ആക്കിയിട്ടില്ല. ഞാൻ അതായത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. കാരണം ഇതിൻ്റെ എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റാഫ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ ഇനി പിന്നെ ചെയ്തുള്ളൂ. അപ്പം ഇതും ഒരു അടിപൊളി ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഇതാണ് നമ്മുടെ ആ ലൈറ്റ് വന്നിട്ട് ഇതുപോലെ പുറകിൽ മാഗ്നറ്റിക് ആയതുകൊണ്ട് നമുക്കിത് എവിടെ വേണമെങ്കിലും ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ നമ്മുടെ കോട്ടിൻ്റെ സൈഡിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. പിന്നെ വന്നിട്ട് ആ ഒരു 2D സ്റ്റാൻഡില്ലേ, അത് ഞാനിവിടെ പ്രെയർ ഏരിയയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു മാതാവിൻ്റെ ഉണ്ണീശോയുടെ മെറ്റാലിക് ഈ ഒരു സ്റ്റാൻഡ് പോലത്തെ ഒരു പിക്ചറില്ലേ കാണാം. ഇത് ഭയങ്കര ക്യൂട്ടാണ്. നമ്മുടെ കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഡെയിലി ഈ ഒരു വ്യൂ ആണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ആ ഒരു ഫ്ലവർ വേഴ്സിനാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം നല്ലൊരു സാധനമാണ് ഈ ഒരു എഗ്ഗ് സ്റ്റാൻഡ് വന്നിട്ട്. എഗ്ഗ് സ്റ്റാൻഡല്ല, എഗ്ഗ് സ്റ്റോറേജ് കണ്ടെയ്നർ കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ഇതേപോലെ എഗ്ഗൊക്കെ വെച്ചിട്ട് താഴെയും പിന്നെ ഒരു പാർട്ടീഷൻ പോലെ ഉണ്ട്, അതും കൂടെ വെച്ചിട്ട് അതിന് മുകളിലൂടെ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ നന്നായിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതും ഒരു അടിപൊളി പ്രോഡക്റ്റായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്. ഇതിൽ പകുതി നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഫ്രീ പ്രോഡക്റ്റാണ് കേട്ടോ.